ഇട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിൻ്റെ അകത്ത് കിടക്കുകയാണ് 3 പേര്. അല്ലെങ്കിൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ റോഡുകളെന്ന് പറഞ്ഞാൽ പൊതുനിരത്തുകളാണ്. ഓട്ടോറിക്ഷക്കാരനും ഔഡി കാറുകാരനും ഒരേ അവകാശമാണ് റോഡ്. സീറ്റ് മടക്കി വെച്ചിട്ടായിരുന്നു ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല. ഇതിൽ സംഭവിച്ചത് തന്നെയാണ്. അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഇളക്കം കാരണം അത് റെസ്പോണ്ട് ചെയ്ത് എയർ ബാഗ് ഡിപ്ലോയ് ആക്കി കഴിഞ്ഞപ്പോൾ ഇവർ പാനിക്കായിപ്പോയി. ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തുടർന്ന് വെള്ളം ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി വാഹനം റോഡ് നിർത്തേണ്ട സാഹചര്യം വന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, ഒരു പരീക്ഷ വിട്ടു വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി. ആൾക്കാർ കാഴ്ചക്കാർ കൂടി. പൊതുവേ നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ. അവരപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് അങ്ങ് ഒഴുക്കി വിട്ട് അതിനുശേഷം ഇവർക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയർ ബാഗിൻ്റെയാണ് ഈ യെല്ലോ വെയർ നിങ്ങൾ കാണുന്നത് എയർ ബാഗിൻ്റെ വയറുകളാണ്. ഇതിൻ്റെ മോഡ്യൂൾ, അതായത് ബോഡി കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും, ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പരിശോധനയ്ക്കായിട്ടാണ് നമ്മളിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വാഹനം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇവരുടെ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ, തടസ്സങ്ങളോ അല്ലെങ്കിൽ തകരാറുകളോ പരിശോധിക്കുന്നതിനായിട്ട് മാത്രമാണ് നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ വാഹനം താൽക്കാലികമായിട്ടുള്ളൊരു കുളം നിർമ്മിച്ച് അന്നേ ദിവസം തന്നെ ഇവർ ആലപ്പുഴ നാഷണൽ ഹൈവേ കൂടെ ആര്യാട് കലവൂർ ഭാഗത്തു നിന്നും വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ പ്രസ്തുത വാഹനം NH കൂടെ വന്ന് കൊമ്മാടി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇടത്ത് ഭാഗത്തേക്ക് തിരിയുകയും, അപ്പോൾ അവിടെ നിന്ന് ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ അപ്രതീക്ഷിതമായിട്ട് ഈ സ്വാഭാവികമായിട്ടും വാഹനത്തിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ ടാറ്റ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആ പ്രസ്തുത വാഹനത്തിൻ്റെ അകത്ത് ഇവർ ഇതിനകത്ത് കുളം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചെയ്തത് ഇതൊരു 7 സീറ്റർ വാഹനത്തിൻ്റെ സെൻട്രൽ ലോയിൽ നിങ്ങൾ ഈ കാണുന്ന പോർഷൻ ഇപ്പോൾ സീറ്റുകളൊക്കെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ സെൻട്രൽ ലോയിലെ സീറ്റ് മടക്കിയിട്ടതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും പിൻ സീറ്റിലേക്കുള്ള സ്ഥലത്ത് ടാർപോളിൻ പ്ലാസ്റ്റിക് ഷീറ്റ് പോലൊരു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചൊരു കുളത്തിൽ ഏകദേശം 200-250 ലിറ്ററോളം വെള്ളം നിറച്ച് അതിനകത്ത് ഏകദേശം 60-70 കിലോ തൂക്കമുള്ള 3 പേരാണ് ഇരിക്കേണ്ടത്. അപ്പം സാധാരണഗതിയിൽ ഈ വാഹനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈമറി റിസ്ട്രെയിൻ സിസ്റ്റം, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് 3 പേര്. അപ്പോൾ ഈ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കർ പോലത്തെ വാഹനങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബാഫിൾ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബാഫിൾ പ്ലേറ്റ് ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു നോൺ കംപ്രസിബിൾ ആയിട്ടുള്ള മീഡിയമാണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വാഹനം മൂവ് ചെയ്യുന്ന ഇനേർഷ്യയും അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് അതിൻ്റെ അകത്ത് വേവ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ഈ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെയല്ല, വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഇതിൻ്റെ കർട്ടൺ എയർ ബാഗുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് സെൻസറുകൾ ശരിക്കും ഒരു 17 മൈൽസ് പെർ അവർ ഏകദേശം വന്നിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് മുൻ സീറ്റിൽ കാണാൻ പറ്റും എയർ ബാഗ് ഡിപ്ലോയ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഡിപ്ലോയ് ആയിരിക്കുന്നത് ഒരു 30 കിലോമീറ്റർ ഏകദേശം വേഗതയിൽ പോകുന്ന സമയത്ത് ഇമ്പാക്റ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യും. അതിൻ്റെ ഇമ്പാക്ട് സെൻസേഴ്സ് അതിൻ്റെ അകത്ത് നൈട്രജൻ ഫില്ല് ചെയ്തിട്ട് ഒരു 0.7 മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ എയർ ബാഗ് ഡിപ്ലോയിഡ് ആവും. അതിൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട്. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരെ കറക്റ്റീവായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഞങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത്തരം ഡ്രൈവർമാരെ നമുക്ക് അവിടെ വിട്ട് ട്രെയിനിങ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ റോഡുകളെന്ന് പറഞ്ഞാൽ പൊതുനിരത്തുകളാണ്. ഓട്ടോറിക്ഷക്കാരനും ഔഡി കാറുകാരനും ഒരേ അവകാശമാണ് റോഡിൽ ആളുകൾ പോകുന്നത് എന്തിനാണ്? 30 ദിവസവും ജോലി ചെയ്തിട്ട് അവൻ്റെ ജീവിതം വട്ടമെത്തിക്കാൻ വേണ്ടിയിട്ട് പല വിഭാഗത്തിൻ്റെ അകത്തുള്ള ആ റോഡ് തൊഴിലാക്കിയ ആളുകൾ, വിദ്യാർത്ഥികൾ, പ്രായമുള്ളവർ, സ്ത്രീകൾ, അത്രയും ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ഇവരുടെ വിനോദത്തിനും ആഘോഷത്തിനും ഉള്ളൊരു ഇടമല്ല. അപ്പോൾ ആ തിരിച്ചറിവ് ഇവർക്ക് പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ വരുംവരായികൾ ഈ വാഹനത്തിൻ്റെ അത് അഗ്രവേഷം വന്നിരുന്നെങ്കിൽ, ഇതിൻ്റെ അപകടം പറ്റിയിരുന്നെങ്കിൽ, വണ്ടി ഷോർട്ട് സർക്യൂട്ടായിട്ട് കത്തിയിരുന്നെങ്കിൽ അതൊരു വാർത്തയായിട്ട് മാറി തന്നെ. ഇപ്പം ഭാഗ്യകരമായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല, അതിനു മുമ്പേ തന്നെ ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇതുപോലത്തെ പ്രവൃത്തികൾ നാളെ വലിയൊരു ആപത്തിലേക്ക് എത്താവുന്നതാണ്. ഒരുപക്ഷെ പുള്ളിക്ക് ഇതിൻ്റെ അകത്തുള്ള വരുംവരായികളും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ടെക്നിക്കൽ ടൈംസിനെ പറ്റി ഒന്നും അറിയില്ല. വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നു, ഒരു വ്ളോഗ് ചെയ്യുന്നതിനപ്പുറം പുള്ളിക്കാരന് വേറെ ഒന്നും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി തന്നെയാണ് നമ്മളിതിന് ശിക്ഷാ നടപടി IDTR എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വിട്ടതിൻ്റെയും കാരണം പുള്ളി ടെക്നിക്കലായിട്ട് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾ അറിയേണ്ട പല കാര്യങ്ങളും
കിട്ടാൻ വേണ്ടിയിട്ടാണ്, അയാൾ നന്നാവാനും അതുവഴി ഈ പറഞ്ഞ ഇയാൾ അടുത്തൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പോരായ്മകൾ അവർ കറക്റ്റ് ചെയ്തു തന്നു. എനിക്ക് വാഹനം ഓടിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ അറിയില്ലായിരുന്നു, വണ്ടിയുടെ ഇന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, അതൊക്കെ ഈ കോഴ്സ് കൊണ്ട് കിട്ടി. അതിനുവേണ്ടി ആ രീതിയിൽ ആൾക്കാരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ വ്ളോഗർമാർ ഉപയോഗിക്കണമെന്നാണ്. ഒരു തീർച്ചയായിട്ടും പ്രശ്നമാണ്. കാരണം അന്ന് അവിടെ നിർത്തിയ സമയത്ത് മഴയുള്ള സമയത്താണ് ഇരുചക്ര വാഹനത്തിൻ്റെ അകത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന അച്ഛനമ്മമാർ അവിടെ വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത്. പക്ഷേ അവർക്കൊന്നും ഇത് ഇവരുദ്ദേശിക്കുന്ന, കാരണം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൻ്റെ അകത്തെ നിസ്സാര ശതമാനം ആളുകളാണ്. ഭൂരിഭാഗം ശതമാനം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം മട്ടമെത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉപയോഗിക്കുന്നവരാണ്. ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു.